തിരുവിളയാടൽ പുരാണത്തിലെ അടുത്ത ഒരു സുന്ദരേശ ലീലയിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. രസവാദലീല എന്നാണ് ഈ അധ്യായത്തിൻ്റെ ഇരിക്കുന്ന പേര്. അതായത് ഭൂമിയിലെ വളരെ പ്രശസ്തമായ സ്വർഗത്തിനേക്കാൾ മഹത്തരമായ ഒരു ഭൂപ്രദേശമുണ്ടായിരുന്നു. ആ ഭൂപ്രദേശത്തിൻ്റെ പേര് പുഷ്പവനം എന്നായിരുന്നു. പുഷ്പവനം. അവിടെ ഒരു ശിവലിംഗമുണ്ടായിരുന്നു. പുഷ്പലിംഗം എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത്. പുഷ്പനാഥലിംഗം. ഈ പുഷ്പനാഥലിംഗം ലോകപ്രശസ്തമായിരുന്നു. അതിന് കാരണം ആ സ്വയംഭൂ ലിംഗത്തിൻ്റെ മഹത്വമായിരുന്നു. അത്ഭുതകരമായ ശക്തിവിശേഷങ്ങളുള്ള ഒരു സ്വയംഭൂലിംഗമാണ് പുഷ്പനാഥലിംഗം എന്ന ഈ ശിവലിംഗം. ആ ശിവലിംഗത്തെ ജനങ്ങൾ വളരെയേറെ സ്നേഹിക്കുകയും ആദരവോടെ ഭജിക്കുകയുമൊക്കെ ചെയ്തിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ആ പുഷ്പനാഥ ഭക്ത ഹേമനാഥ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഗണികയായിരുന്നു. യുവതിയായ ഈ ഗണിക എല്ലാ ദിവസവും രുദ്രാക്ഷമാലയെ ധരിച്ച് ഭസ്മം പൂശി ഈ ഹേമനാഥലിംഗത്തെ വന്ന് നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. അവളുടെ പ്രധാനപ്പെട്ട ജോലി ഗണികാവൃത്തിയാണെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന പണം അത്രയും അന്നദാനത്തിന് വേണ്ടി ചെലവഴിച്ചിരുന്നു. ഒരു ദിവസം 10,000 പേര് അവളുടെ ഗ്രഹത്തിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുമായിരുന്നു. അതും ശിവഭക്തന്മാർ. അങ്ങനെയുള്ളവർക്ക് ഈ ഹേമനാഥ ഭക്ഷണം എല്ലാ ദിവസവും കൊടുത്തുകൊണ്ടിരുന്നു. അവൾ സുന്ദരേശ ലിംഗത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിൽ വന്നിട്ട് ഉച്ചസമയമാകുമ്പോൾ എല്ലാവർക്കും ഭക്ഷണം വിതരണം ചെയ്യും. ഇതായിരുന്നു അവളുടെ ജീവിത രീതി. തനിക്ക് കിട്ടിയ ധനം അത്രയും അന്നദാനത്തിന് വേണ്ടി ചെലവഴിച്ച ഒരു യുവതിയായിരുന്നു ഹേമനാഥ. ഇവളുടെ മനസ്സിലൊരാഗ്രഹം വന്നു. ഈ ശിവലിംഗത്തിന് ഒരു സ്വർണ്ണ മകുടം ചാർത്തണം. അപ്പോൾ ആ സ്വർണ്ണ മകുടത്തിന് ഒരുപാട് പണം വരും, സ്വർണം വേണ്ടി വരും. അതിനുള്ള പണം ഇവളുടെ കയ്യിലില്ല. പക്ഷേ അവളുടെ ആഗ്രഹം പെരുകി വന്നു. ഈ ലിംഗത്തിന് ഒരു സ്വർണ്ണ മകുടം ചാർത്താൻ വേണ്ടിയിട്ട് ഒരു മകുടം ഉണ്ടാക്കണം, സ്വർണ്ണ മകുടം ഉണ്ടാക്കണം. പക്ഷേ അവൾക്കതിന് കഴിഞ്ഞില്ല. അവൾ വളരെ ദുഃഖിതയായി. എങ്ങനെയാണ് ഈ സ്വർണം സമ്പാദിക്കുക? തനിക്ക് കിട്ടുന്ന പണം അത്രയും അന്നദാനത്തിന് വേണ്ടി ചെലവഴിച്ചിരുന്ന അവൾക്ക് കയ്യിൽ കൂടുതൽ പണമൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ എല്ലാ ദിവസവും ചെന്ന് ഈ സുന്ദരേശ സ്വാമിയോട് പ്രാർത്ഥിക്കും. ഈ ശിവലിംഗത്തിന് മുമ്പിൽ ചെന്ന് അവൾ പ്രാർത്ഥിക്കും, അല്ലയോ ഭഗവാൻ, അങ്ങക്ക് ഒരു സ്വർണ്ണ മകുടം ചാർത്താൻ എന്നെ അനുഗ്രഹിക്കണം, അതിനുള്ള സമ്പത്ത് എനിക്ക് തരണം എന്ന് പറയുന്നു. അങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ച ഒരു ദിവസം ഇവൾ വീട്ടിലേക്ക് പോയി. ഭക്ഷണത്തിന് ആൾക്കാർ വന്നിരുന്നു. അവർക്ക് എല്ലാം അന്നദാനം നടത്തി കഴിഞ്ഞപ്പോൾ അവളുടെ കൂടെയുള്ള ഒരു ചേടി പറഞ്ഞു, അങ്ങ് ഒരിടത്ത് ആ ഭക്ഷണത്തിന് വേണ്ടി ഒരു സന്യാസി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു സിദ്ധ സന്യാസി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ ഓടിച്ചെന്ന് ആ സിദ്ധ സന്യാസിയെ ചെന്ന് കണ്ടു. എന്നിട്ട് ആ സിദ്ധനെ ഊണിന് ക്ഷണിച്ചു. എൻ്റെ വ്രതം അങ്ങയുടെ ആഗ്രഹത്തെ ഞാനിപ്പോൾ സാധിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ആ സിദ്ധനെ ഊണ് കഴിക്കാൻ വിളിക്കുകയാണ്. അവളുടെ തേൻചൊരി എന്ന വാക്ക് കേട്ടിട്ട് സിദ്ധൻ പറഞ്ഞു, കാമദേവന് കൂടി
മനഃശാഞ്ചല്യമുണ്ടാക്കുന്ന സൗന്ദര്യത്തോടു കൂടിയവളെ, പഞ്ചവർണ്ണക്കിളിയുടെ കൊഞ്ചൽ പോലെയുള്ള നിൻ്റെ വാക്ക് കേട്ട് എൻ്റെ ഹൃദയം കുളിർത്തു. നിന്നെപ്പോലെ ധർമ്മതൽപരയായി ലോകത്തിൽ ആരും തന്നെയില്ല. നിത്യമല്ലാത്ത ശരീരം, ധനം മുതലായവ കൊണ്ട് നീ ഉത്തമധർമ്മത്തെ നേടിയിരിക്കുന്നു. ധർമ്മങ്ങളിൽ വച്ച് ഉത്തമമായി നിൽക്കുന്നത് ശിവധർമ്മമാണ്. അതിലും വച്ച് ഉത്തമം ശിവലിംഗാർച്ചനയാണ്. അതിലും ഉത്തമം ശിവഭക്തന്മാരെ ഭക്ഷണത്തിന് വിളിച്ച് അവർക്ക് ഭക്ഷണം നൽകുക എന്നുള്ളതാണ്. ശരീരം, മനസ്സ്, വാക്ക് എന്നിവ മൂന്നുകൊണ്ടും ശിവഭക്തന്മാരെ പൂജിക്കുന്ന നീ മഹാധന്യയാണ്. ഹേ സുന്ദരി, നിനക്ക് പുഷ്പനാഥ പ്രതിമയെ നിർമ്മിക്കുവാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അത് എത്രയും വേഗം നിർമ്മിക്കുകയും വേണം. ഞാൻ ഹാലാസ്യത്തിൽ വസിക്കുന്ന ഒരു സിദ്ധനാണ്. നിൻ്റെ കാര്യസിദ്ധിക്കായിക്കൊണ്ട് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ രസവാദത്തിൽ വളരെ സമർത്ഥനാണ്. അതുകൊണ്ട് നീ സ്വർണമില്ലാതെ ഖേദിക്കേണ്ട ആവശ്യമില്ല. നീ വീട്ടിലുള്ള വെള്ളി, ചെമ്പ്, ഇരുമ്പ് മുതലായ എല്ലാ പാത്രങ്ങളും സാധനങ്ങളും എടുത്തുകൊണ്ട് വരുമോ. സിദ്ധൻ്റെ വാക്കുകൾ ഹേമനാഥ് കേട്ട് വളരെയധികം സന്തോഷിച്ചു. അവൾ ഗൃഹത്തിലുള്ള കിണ്ടി, കരണ്ടി തുടങ്ങിയ പാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നു സിദ്ധൻ്റെ മുമ്പിൽ വച്ചു. സിദ്ധൻ ഭസ്മം കയ്യിലെടുത്ത് അതിൽ തൊട്ട് ഇപ്രകാരം പറഞ്ഞു: ഹേ സുന്ദരി, നീ ഇതെല്ലാം ഇന്ന് രാത്രി തീയിട്ട് പുലർകാലമാകുമ്പോൾ നോക്കുക. ഇതെല്ലാം സ്വർണ്ണമായിട്ടുണ്ടാകും. അതുകൊണ്ട് നീ ആ സ്വർണ്ണമകുടം ഉണ്ടാക്കി, സ്വർണ്ണപ്രതിമ ഉണ്ടാക്കി ആ ലിംഗത്തെ വയ്ക്കുക. സിദ്ധൻ്റെ വാക്ക് കേട്ട് ഹേമനാഥ് അദ്ദേഹത്തെ നമസ്കരിച്ച ശേഷം നിന്ദൂരുടെ ഭക്ഷണം കഴിച്ചിട്ട് പോകാവൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഭക്ഷണശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് സിദ്ധൻ മന്ദഹാസം ചൊരിഞ്ഞ് അവളെ അനുഗ്രഹിച്ചതിന് ശേഷം അത്യന്ത തേജോരൂപിയെ ആകാശമാർഗത്തിലൂടെ പറഞ്ഞു. ഇത് കണ്ട് ഹേമനാഥ അത്യന്തം വിസ്മയപ്പെട്ടുപോയി. സാക്ഷാൽ സുന്ദേശം തന്നെയാണ് ഇത് എന്ന് അവൾ തീരുമാനിച്ചു. തൻ്റെ ആഗ്രഹം സഫലമാകുമല്ലോ എന്നോർത്ത് അവൾ സന്തോഷിച്ചു. സിദ്ധൻ്റെ ഉപദേശപ്രകാരം അവൾ പാത്രങ്ങളെല്ലാം എടുത്ത് തീയിലിട്ടു. രാവിലെ ചെന്ന് നോക്കിയപ്പോൾ അവയെല്ലാം സ്വർണ്ണമായി തീർന്നിരുന്നു. അവൾ ഭക്തിയോടുകൂടി സുന്ദരേശനെ ധ്യാനിച്ചു. പിന്നെ അവൾ ആ സ്വർണം കൊണ്ട് ശിവപ്രതിമയും മറ്റ് മകുടവും മറ്റ് സ്വർണ്ണ വസ്തുക്കളും ഉണ്ടാക്കിച്ചു. ശൈവാഗമ രീതി അനുസരിച്ചിട്ട് തന്നെ അവൾ ബ്രഹ്മജ്ഞന്മാരെ കൊണ്ട് ഒരു ശുഭമുഹൂർത്തത്തിൽ അത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അവൾ എന്നിട്ട് ഭക്തിയോടുകൂടി ആ ലിംഗത്തെ പ്രണമിച്ചു. അതിസൗന്ദര്യത്തോടുകൂടിയ ഇതിന് തുല്യം മറ്റൊരു പ്രതിമയില്ലെന്ന് പറഞ്ഞു. ആ പ്രതിമയെ അവൾ കരം കൊണ്ട് സ്പർശിച്ചു. ആ സ്പർശിച്ച കരത്തിൻ്റെ അടയാളം ഇപ്പോഴും ആ പ്രതിമയിൽ കാണാൻ കഴിയും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഹേമനാഥ തൻ്റെ ആഗ്രഹം നിറവേറ്റിക്കൊടുത്തു. ഇവിടെ നാം അതല്ല ശ്രദ്ധിക്കേണ്ടത്, രസവാദത്തെക്കുറിച്ചിട്ടാണ് നാം ഇവിടെ ഓർക്കേണ്ടത്. ഈ സിദ്ധന് ചെമ്പ്, വെള്ളി തുടങ്ങിയ വസ്തുക്കളെ സ്വർണ്ണമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. തീയിലിട്ട് കഴിഞ്ഞപ്പോൾ ഈ പാത്രങ്ങളെല്ലാം സ്വർണ്ണമയമായി മാറി. ഇത് കഥാരൂപത്തിലുള്ളൊരു സത്യമാണെങ്കിലും 18 സിദ്ധന്മാരുടെ കവിതകൾ പഠിക്കുമ്പോൾ, അതുപോലെ 18 സിദ്ധന്മാരുടെ ജീവിത കഥ മനസ്സിലാക്കുമ്പോൾ ഇതേപോലെ ചെമ്പിനെ സ്വർണ്ണമാക്കിയ ഒരുപാട് സിദ്ധ പരമ്പരകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മറ്റ് ലോഹ വസ്തുക്കളെ ചില പ്രത്യേക രാസപ്രയോഗം കൊണ്ട് സ്വർണ്ണമാക്കുന്ന വിദ്യയെ പറ്റി ഈ 18 സിദ്ധന്മാരുടെ
പല പല ജീവിത കഥകളിലും അതേപോലെ തന്നെ പാടലുകളിലും ഇത് വർണ്ണിക്കുന്നുണ്ട്. മാത്രമല്ല രസവാദത്തിൽ എങ്ങനെയാണ് ചെമ്പിനെ സ്വർണ്ണമാക്കി മാറ്റാനുള്ള ഔഷധത്തിൻ്റെ നീരുകൾ ചേർത്ത് അവയെ തയ്യാറാക്കേണ്ടത് എന്നും വിശദമായിട്ട് ഈ പാടലുകളിൽ വിവരിക്കുന്നുണ്ട്. ഇതിൽ സത്യം എന്താണെന്നറിയില്ല. പക്ഷേ ഒരു കാര്യം ആധുനിക കാലത്ത് നമുക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള ചെമ്പ് തുടങ്ങിയ ലോഹങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ രസവാദം ഉപയോഗിച്ച് സ്വർണ്ണമാക്കാനുള്ള കഴിവ് ഈ സിദ്ധന്മാരുടെ പരമ്പരയിൽപ്പെട്ടവർ നടത്തിയിരുന്നു എന്ന ഒരുപാട് ഉദാഹരണങ്ങൾ സഹിതം പല പല പാടലുകളിലും അവരുടെ ജീവചരിത്ര രേഖകളിലും എല്ലാം തന്നെ വീണ്ടും വീണ്ടും പറയപ്പെടുന്നുണ്ട്. ഇത് കവിഭാവനയാകണമെന്നില്ല. ചിലപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ഇന്നേ വരെ ആരും പരീക്ഷിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇതിലെ ഈ രാസപ്രയോഗത്തിൻ്റെ ചില രാസവസ്തുക്കൾ, അതായത് ഔഷധ സസ്യങ്ങൾ, അതിൻ്റെ ചാറുകൾ ഉപയോഗിച്ചിട്ടാണത്രേ ചില പാടലുകളിൽ ഇങ്ങനെ ചെമ്പിനെ സ്വർണ്ണമാക്കിയതായിട്ട് വിവരിക്കുന്നത്. അത് ചില പ്രത്യേക സസ്യങ്ങളുടെ പേരുകളും അതിൽ പറയുന്നുണ്ട്. ഈ പേരുകളുള്ള സസ്യങ്ങൾ ഇപ്പോൾ ഏതാണ് എന്ന് നമുക്കറിയില്ല. ആ മരുതമലയിലും മറ്റും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അവ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പക്ഷേ ആരും പിന്നീട് ആധുനിക കാലത്ത് ഇതിൻ്റെ പിന്നാലെ പോയിട്ടില്ല. അത് ചിലപ്പോൾ വെറും കെട്ടുകഥയാണ് എന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല. എങ്കിലും പരീക്ഷിച്ച് നോക്കേണ്ടതാണ്. ആരെങ്കിലും ഇതിന് ശ്രമിച്ചാൽ ഒരു പക്ഷേ ഇതിൽ സത്യമുണ്ടോ എന്ന് അറിയാൻ കഴിയും. അത് വിജയിക്കുകയാണെങ്കിൽ വളരെ വലിയ ഒരത്ഭുതം തന്നെ ലോകത്ത് സംഭവിക്കുകയും ചെയ്യും. ഓം ശിവായ നമഃ.